വയനാട് ലോക്സഭാ മണ്ഡലം എം.പി. സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഷീജ, വലിയ രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസിനെയും ഇതുപോലെ വേഷം കെട്ടിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ നിയോഗിക്കണമായിരുന്നോ എന്ന് ചോദിച്ചു വെക്കുന്നു. എന്താണ് ബിനോയ് വിശ്വം പറഞ്ഞത്? തീർച്ചയായും വിനിഷ, കാരണം ഈ ഒരു വയനാട് സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ചില പിടിവാശിയും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കമാണ് രാഹുൽ ഗാന്ധിയെ ഇവിടെ മത്സരിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ഇന്ത്യ സഖ്യം എന്നൊന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് CPI ഇവിടെ മത്സരിക്കുന്നുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യം ഉള്ളപ്പോൾ തന്നെയാണല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചത് എന്നത് തന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിക്കുന്നത്. എന്തിനാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത്തരത്തിൽ ഒരു നാടകം കെട്ടിച്ചത്? കാരണം ഇവിടെ മത്സരിക്കുന്ന ഘട്ടം വരെയും പറഞ്ഞിരുന്നില്ല മറ്റൊരു സീറ്റിൽ മത്സരിക്കും എന്നുള്ള കാര്യം. അതിനുശേഷം ഇവിടെ മത്സരിച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നത് പോലും. ഒപ്പം തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 2 ആഴ്ച കഴിയുമ്പോൾ അത് രാജിവെക്കുന്നു. തീർത്തും ഒരു നാടകം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ ഉപയോഗിക്കേണ്ടിയിരുന്നോ എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിക്കുന്നു. ഏതായാലും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ CPI ഏതായാലും വയനാട് സീറ്റിൽ മത്സരിക്കും. അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. LDFന് പ്രധാനം എന്ന് പറയുന്നത് BJP ഉയർന്നു വരരുത് എന്നുള്ളതാണ്. ഇപ്പോൾ LDF അവിടെ നിന്നും മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണെങ്കിൽ BJP ഉയർന്നു വരുന്നതായിരിക്കും. അത് ഒരിക്കലും അംഗീകരിക്കാൻ LDF തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ആ സീറ്റിൽ CPI മത്സരിക്കുമെന്ന് വ്യക്തമാക്കുന്നത്. അവർക്ക് കോൺഗ്രസിന് ആരെ വേണമെങ്കിലും തീരുമാനിക്കാം. പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ആരാണെങ്കിലും അവിടെ അവർക്ക് തീരുമാനിക്കാം സ്വന്തം നിലയ്ക്ക് ആരെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യം. പക്ഷേ കൃത്യമായ രീതിയിൽ LDFും അവിടെ മത്സരത്തെ മത്സരമായി തന്നെ കണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. വിനിഷ.